ഗാന്ധിജിയുടെ 156-ാം ജയന്തി ദിനത്തിൽ മഹാത്മാഗാന്ധിയെ പുകഴ്ത്തി RSS സർസംഘചാലക് മോഹൻ ഭാഗവതിന്റെ പ്രസംഗം. സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധി നൽകിയ സംഭാവനകൾ വലുത്. സമൂഹത്തെ അനീതിയിൽ നിന്നും സംരക്ഷിച്ചു. ഒരു വ്യക്തിക്ക് യഥാർത്ഥ അർത്ഥത്തിൽ എങ്ങനെ മനുഷ്യനാകാമെന്നും അതിനനുസരിച്ച് ജീവിതം നയിക്കാമെന്നും ഗാന്ധി നമ്മെ പഠിപ്പിക്കുന്നു. RSSന്റെ 100-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള വേദിയിൽ വിജയദശമി സന്ദേശമായി സർസംഘചാലക് പറഞ്ഞു. RSSന്റെ ഗാന്ധി സ്നേഹത്തിലെ രാഷ്ട്രീയമെന്ത് എന്നാണ് ഹോട്ട് ടിയാൻ ടോക്ക് ചോദിക്കുന്നത്. BJP പ്രതിനിധിയായി ഷാജി ആർ നായരും CPIM പ്രതിനിധിയായി M ശിവപ്രസാദുമാണ് നമുക്കൊപ്പം ചർച്ചയിൽ ഉള്ളത്. ആദ്യം ഷാജി ആർ നായരിലേക്ക്. ശ്രീ ഷാജി ആർ നായർ, RSS വൈകിയാണെങ്കിലും ഗാന്ധിജിയുടെ രാഷ്ട്രീയം മതേതരത്വത്തിൻ്റെയും ബഹുസ്വരതയുടെയും ഒക്കെ ആ രാഷ്ട്രീയം ഉൾക്കൊള്ളാൻ തയ്യാറായി എന്ന് വേണമോ ഈ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? കേൾക്കാമോ ശ്രീ ഷാജി? കേൾക്കാമോ? എത്താം. ഷാജി നായരിലേക്ക് ഞാൻ എത്താം. M ശിവപ്രസാദിലേക്ക് പോവുകയാണ്. ശിവപ്രസാദ്, ഗാന്ധി വധത്തിൻ്റെ പേരിൽ സംശയനിഴലിൽ ഉണ്ടായിട്ടുള്ള സംഘടനയാണ് RSS. ആ ഘട്ടത്തിൽ നിരോധിക്കപ്പെട്ട സംഘടനയാണ്. ആ സംഘടനയുടെ RSSന്റെ ഏറ്റവും ഉന്നതനായ നേതാവ് വന്ന് ഗാന്ധി സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതിനെ എങ്ങനെയാണ് വായിച്ചെടുക്കേണ്ടത്? യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 100-ാം വാർഷികം ആഘോഷിക്കുന്ന RSSന്റെ വാർഷിക സമ്മേളനം ഒരു ആഗോള തമാശയായി മാറുന്ന ചിത്രമാണ്. ഇന്നലത്തെ നരേന്ദ്രമോദിയുടെ പ്രസംഗവും ഇന്നത്തെ RSSന്റെ സർസംഘചാലകൻ്റെ പ്രസംഗത്തിലൂടെ നമുക്ക് വ്യക്തമാവുന്നു. സത്യത്തിൽ ഈ രണ്ട് പ്രസംഗങ്ങൾ നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഇന്ന് RSSന്റെ സർസംഘചാലക് മഹാത്മാഗാന്ധിയെ പറ്റിയാണ് പറഞ്ഞതെങ്കിൽ ഇന്നലെ RSSന്റെ ചരിത്രത്തെപ്പറ്റി തന്നെയാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇത് രണ്ടും കാണിക്കുന്നത് രാജ്യത്ത് RSSന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുഖം, ആ മുഖം തിരിച്ചു പിടിക്കാനുള്ളൊരു പരിശ്രമം RSS നടത്തുന്നതായിട്ട് വേണം നാം ഇതിനെ കാണാൻ. ജനങ്ങൾ RSSന്റെ പുതിയ കാലത്ത് RSS ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളെ പൂർണ്ണമായി തള്ളിക്കളയുന്നു എന്ന് RSSന് ബോധ്യം വന്നു തുടങ്ങിയിരിക്കുന്നു. നല്ല കാര്യം. പക്ഷേ RSS അതിന് ഈ പുതിയ കാലത്ത് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ചരിത്രവുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ്, പച്ച നുണകളാണ് വർത്തമാനകാല ഇന്ത്യയിൽ ജനങ്ങളോട് സംവദിക്കുന്നതെന്നാണ് ജനങ്ങൾക്കിടയിൽ നാം തുറന്നു കാണിക്കേണ്ട ഏറ്റവും സവിശേഷമായ കാര്യം. ഇതിൽ ഇന്നലത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ നിന്ന് തുടങ്ങിയാൽ, സത്യത്തിൽ ഇന്നലത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേട്ടാൽ നമുക്ക് ഓർമ്മ വരിക ഒരു പഴയ മലയാളം ചിത്രമാണ്. ഇപ്പോൾ ആഗോളാനന്തര വാർത്ത കേരളത്തിൽ ഇറങ്ങിയ ഒരു പ്രധാനപ്പെട്ട മലയാള ചിത്രമാണ്. അതിൽ പിഷാരടി പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. പ്രധാനമന്ത്രിയെ പോലെ ഒരു പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. പഞ്ചായത്ത് പ്രസിഡൻ്റായ പിഷാരടി ചട്ടമ്പി ദാസൻ എന്ന് പറയുന്ന ശ്രീനിവാസൻ്റെ കഥാപാത്രത്തെ, ആ കഥാപാത്രം നല്ലവനാകുന്നതിൻ്റെ പേരിൽ ഒരു അനുമോദന പ്രസംഗം നടത്തുന്നുണ്ട്. മതയാനയായ ചട്ടമ്പി ദാസൻ, ആ മതയാനിയായ ചട്ടമ്പി ദാസനെ നന്നാക്കി, ഇതിൽ വലിയ വൃത്തികെട്ടവനായ ചട്ടമ്പി ദാസനെ നന്നാക്കിയതിൻ്റെ ഒരു കഥയാണ് ആ സിനിമയ്ക്കകത്ത് നമ്മുടെ പിഷാരടി പങ്കുവെക്കുന്നത്. പക്ഷേ നന്നാക്കിയ ആളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഇതിൽ നമ്മൾ വായിച്ചെടുക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ വെള്ള പൂശാൻ തുടങ്ങിയാൽ എവിടെയാണ് RSS ചെന്ന് നിൽക്കുക എന്നുള്ളതാണ് പ്രശ്നം. നിർഭാഗ്യകരമായ കാര്യം, നന്നായി എന്ന് നമുക്ക് ഇങ്ങനെ പറയുമ്പോഴും എങ്ങനെയാണ് ഈ വർത്തമാനകാല ഇന്ത്യയിലേക്ക് നോക്കിയാൽ അത് തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളതാണ് പ്രയാസം. RSS അവരുടെ ഐഡിയോളജി അതിശക്തമായി നടപ്പിലാക്കുന്നൊരു കാലമാണ് വർത്തമാനകാല ഇന്ത്യ. ആ ഇന്ത്യയിൽ നിങ്ങൾ നോക്കിയാൽ RSS എല്ലാ കാലത്തും ഉയർത്തിയ വർഗീയ അജണ്ടയാണ് RSS നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞത് എന്താ? RSS രാജ്യത്തിന് വേണ്ടി എന്തൊക്കെയോ സംഭാവന ചെയ്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് തുടങ്ങിയാൽ RSS ഈ രാജ്യത്തിന് വേണ്ടി ചെയ്ത എന്ത് സംഭാവനയെ പറ്റിയാണ് പിൻ പോയിന്റഡായി RSSന് വിശദീകരിക്കാൻ കഴിയുക? അതിലേക്ക് എത്താം. രാജ്യത്തിന് RSS നൽകിയ സംഭാവനകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ള വിഷയം നമുക്കിത് പിന്നാലെ എത്താം. ശിവപ്രസാദ്, ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ ഗസ്റ്റ് റെഡിയാണ്. ഷാജി ആർ നായരിലേക്ക് പോയാൽ, ഷാജി ആർ നായർ, വൈകിയാണെങ്കിലും RSS ഗാന്ധിജിയുടെ രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളാൻ തയ്യാറായി എന്ന് വേണമോ ഈ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? മതേതരത്വത്തിൻ്റെയും ബഹുസ്വരതയുടെയും ഒക്കെ ഗാന്ധിയൻ രാഷ്ട്രീയം.
അല്ല, അതൊരു പുതിയ കാര്യമൊന്നും അല്ലല്ലോ. ഇവിടെ ഇത് സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു, എനിക്ക് തുടങ്ങാൻ സാധിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി RSSന് നഷ്ടപ്പെട്ട മുഖം, ഒറ്റപ്പെട്ടു പോയി സമൂഹത്തിൽ, അത് തിരിച്ചെടുക്കാനുള്ള ശ്രമം എന്ന രീതിയിൽ അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് ഞാൻ കേട്ടു. എനിക്ക് തോന്നുന്നു അതിനുള്ള മറുപടി മാത്രം മതി താങ്കളുടെ ഈ ചോദ്യത്തിനൊക്കെയുള്ള ഉത്തരവെന്ന് പറയുന്നത്. 1925 നാഗ്പൂരിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം അല്ലെങ്കിൽ RSS തുടങ്ങുന്നത്. 100 വർഷമാകുന്നു. ഏതാണ്ട് ഇതിന് അടുത്ത കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആരംഭിക്കുന്നത്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, മാസങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ. 1925 ഈ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തുടക്കം കുറിക്കുന്നത്. എന്താ പ്രസ്ഥാനത്തിൻ്റെ രാജ്യത്തെ അവസ്ഥ ഇന്ന്? രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് എന്താണോ 1925 പറഞ്ഞത്, അതിനുശേഷം അതിൻ്റെ നിലപാടുകളിലൊന്നും ഒരു മാറ്റവുമില്ല. കൃത്യമായി എല്ലാ കാലവും അതിന് സ്വീകാര്യത വർദ്ധിച്ച് ഈ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ RSS എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു വലിയ സംഘടനയായിട്ട് മാറിയിട്ടുണ്ട്. ആ RSSൽ കൂടെ വന്നിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ RSSൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് വ്യക്തി നിർമ്മാണമാണ്. അതിനെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ അജണ്ടയുമായിട്ട് ചേർത്ത് കെട്ടിയിട്ട് കാര്യമില്ല. വളരെ കൃത്യമായി RSS ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് വ്യക്തി നിർമ്മാണവും ആ വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്ര നിർമ്മാണവുമാണ്. ഇതാണ് അതിൽ പ്രഖ്യാപിതമായിട്ട് എല്ലാ കാലവും പറഞ്ഞിട്ടുള്ളത്. ആ പ്രവർത്തനമാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ ഷാജിർ നായർ, താങ്കൾ തന്നെ പറഞ്ഞു തുടക്കത്തിൽ 1925 രൂപീകരിക്കപ്പെട്ടപ്പോൾ ഉള്ള അതേ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മുൻനിർത്തി തന്നെയാണ് RSS മുന്നോട്ട് പോകുന്നത്. അതിനകത്ത് RSSന്റെ പ്രധാന ലക്ഷ്യം ഹിന്ദു രാഷ്ട്ര രൂപീകരണം തന്നെയല്ലേ? അപ്പോൾ ഹിന്ദു രാഷ്ട്ര രൂപീകരണം പ്രധാന അജണ്ടയായിട്ടുള്ള RSSന് എങ്ങനെയാണ് ഗാന്ധിയൻ രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. താങ്കളുടെ ചോദ്യം തന്നെ തെറ്റാണ്. RSS ഒരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ള ഞാൻ പറഞ്ഞല്ലോ, RSSൻ്റെ ലക്ഷ്യം വളരെ കൃത്യമാണ്. MMM അതൊരു മാൻ മേക്കിംഗ് മിഷനാണ്. RSSലൂടെ കടന്നു വരുന്നവർ നിരവധിയായ സംഘടനകളിൽ പ്രവർത്തിച്ചുകൊണ്ട് അതിലൂടെ രാഷ്ട്ര നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, രാഷ്ട്രത്തെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കൃത്യമായിട്ടുള്ള പ്രവർത്തനം കാലാകാലങ്ങളായി ഇപ്പൊ തന്നെ അല്ല, അങ്ങനെ ഒരു ഹിന്ദു രാഷ്ട്രം രൂപീകരിക്കണം എന്ന് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് അജണ്ടയുണ്ടെന്ന് നിങ്ങളെ ആരാ തെറ്റിദ്ധരിപ്പിച്ചത്? ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എങ്കിലല്ല അതിന് മറുപടി പറയാൻ പറ്റുള്ളൂ. എന്താണ് ഉദ്ദേശിക്കുന്നത്? RSS എന്താണ് ഹിന്ദു രാഷ്ട്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? RSSന് ഹിന്ദു രാഷ്ട്രമല്ല ഉദ്ദേശിക്കുന്നത്. RSS ഈ രാഷ്ട്രത്തിൻ്റെ പരമമായിട്ടുള്ള വൈഭവമാണ്. ആ പരമമായിട്ടുള്ള വൈഭവം അത് 2047 ആകുമ്പോഴേക്കും സാധിക്കണമെന്നുള്ളൊരു ലക്ഷ്യമുണ്ട് ഞങ്ങളുടെ മുമ്പിൽ. ആ പരമമായ വൈഭവം എന്ന് പറയുന്നത് രാഷ്ട്രത്തിൻ്റെ വലിയ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഏറ്റവും സമ്പന്നമായ, അത് സമ്പന്നം എന്ന് പറഞ്ഞാൽ സ്വത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ രാജ്യത്തിൻ്റെ സാംസ്കാരിക ദേശീയതയുടെ ഒക്കെ തന്നെ ഒരു വലിയ പ്രതിഫലനം ലോകം മുഴുവൻ എത്തിക്കാൻ സാധിക്കുന്ന രീതിയിൽ കരുത്തുള്ളൊരു രാഷ്ട്രമായിട്ട് മാറുക, കരുത്തുള്ള ഒരു ജനവിഭാഗത്തെ ഒരു ജനതതിയെ ഈ രാജ്യത്ത് സൃഷ്ടിച്ചെടുക്കുക, അവർക്ക് അവരുടെ സാമൂഹ്യ ജീവിതം ശക്തിപ്പെടുന്നതിൻ്റെയും അതിനകത്ത് ഏതെങ്കിലും മതത്തിൻ്റെയോ ഏതെങ്കിലും ജനവിഭാഗത്തിൻ്റെയോ ഏതെങ്കിലും ഭാഷയുടെയോ ഏതെങ്കിലും വേഷത്തിൻ്റെയോ ഇതിൻ്റെ ഒന്നും വേർതിരിവുകളില്ല. ഈ തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം മുതൽ അങ്ങ് വടക്ക് വരെ കിടക്കുന്ന ഈ രാജ്യത്തെ ഏതാണ്ട് ഇപ്പോഴത്തെ 146 കോടി ജനങ്ങൾ, ഈ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ആ ജനങ്ങൾക്ക് ഈ രാജ്യത്ത് ഏറ്റവും സഹവർത്തിത്തോടു കൂടിയും അതേപോലെ തന്നെ ഈ രാജ്യത്തെ അതിൻ്റെ പിതൃഭൂമിയായി കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു വലിയ ജനവിഭാഗമാക്കി മാറ്റിയെടുക്കുന്ന ഒരു വലിയ സാംസ്കാരിക പ്രവർത്തനമുണ്ട്. RSSനെ നമുക്കൊരു സാംസ്കാരിക സംഘടനയെ നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കും. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ഒരു മതവിഭാഗത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ജനവിഭാഗത്തിന് വേണ്ടിയിട്ടോ മാത്രമല്ല, ഈ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ ജനങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അവരിൽ പൗരബോധം വളർത്തിക്കൊണ്ട്, അതാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഗാന്ധിയൻ രാഷ്ട്രീയത്തോട് ചേർന്ന് പോകുന്നതാണോ? RSSന്റെ ആ രാഷ്ട്രീയം ഗാന്ധിയൻ രാഷ്ട്രീയത്തോട് പൂർണ്ണമായും യോജിക്കുന്നതാണ് എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? ഗാന്ധിജി വിഭാവനം ചെയ്ത ഇന്ത്യ എന്ന ആശയത്തോട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നുണ്ട് RSS വിഭാവനം ചെയ്യുന്ന ആ രാഷ്ട്രസങ്കല്പം? തീർച്ചയായിട്ടും ചേർന്ന് നിൽക്കും. എന്താ വ്യത്യാസമുള്ളത്?
മഹാത്മാഗാന്ധിജി ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു മഹത്തായ ലക്ഷ്യമാണ്. അതിനുവേണ്ടി ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ തയ്യാറായ ആളാണ് മഹാത്മാഗാന്ധിജി. ഇന്നലെ RSSൻ്റെ സർസംഘചാലക് മോഹൻ ഭാഗവത് പറഞ്ഞതെന്താ? നമ്മുടെ പൊതുസമൂഹത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് കാട്ടിത്തന്ന ആളാണ് മഹാത്മാഗാന്ധി. ഒരു പൊതുസമൂഹത്തിൽ, പ്രത്യേകിച്ച് ഒരു രാജ്യത്തിനുള്ളിൽ ഒരു നേതൃസ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കുന്നത് എങ്ങനെ ആവണം എന്നുള്ളതിൻ്റെ ഏറ്റവും മകുട ഉദാഹരണമാണ് മഹാത്മാഗാന്ധി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതല്ലേ അതിൻ്റെ ശരിയായ വസ്തുതയും. അതുകൊണ്ട് ആ അർത്ഥത്തിൽ അതുതന്നെയാണ് RSS ഇപ്പോഴും ചെയ്യുന്നത്. ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ പരമമായിട്ടുള്ള ഒരു വൈഭവം അല്ലെങ്കിൽ പരമമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് രാജ്യത്തെ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ എത്തിക്കാനുള്ള വലിയ പരിശ്രമമാണ്. അത് RSS നേരിട്ടല്ല ചെയ്യുന്നത്. RSS കൂടെ പ്രവർത്തിച്ച് വന്നിട്ടുള്ള RSSയെ മോൾഡ് ചെയ്തെടുത്ത ഇപ്പം തന്നെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനം എന്ന് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അതിനെ സൃഷ്ടിച്ച നേതാക്കന്മാരെയൊക്കെ മോൾഡ് ചെയ്തൊരു പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് RSS. ഇന്ന് ഈ രാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനം, ഈ രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനം, സമസ്ത മേഖലകളിലും ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യസ്നേഹമുള്ള, പൗരബോധമുള്ള, രാഷ്ട്രസ്നേഹമുള്ള ഒരു വലിയ ജനക്കൂട്ടത്തെ സൃഷ്ടിക്കാൻ, അല്ലെങ്കിൽ അതിൽ കൂടെ വളർന്നു വന്ന വ്യക്തികളെ സൃഷ്ടിക്കാനായിട്ട് RSSന് സാധിച്ചിട്ടുണ്ട്. ആ സാധ്യത അത് പ്രയോഗതലത്തിൽ എത്രത്തോളം ഗാന്ധിയൻ രാഷ്ട്രീയവുമായി ചേർന്ന് നിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭിന്നാഭിപ്രായമുണ്ട്. ശിവപ്രസാദിലേക്ക് പോയാൽ, ശിവപ്രസാദ് അത്ര നിഷ്കളങ്കമായി കാണാൻ കഴിയുമോ RSSന്റെ ഈ ഗാന്ധി സ്നേഹത്തെ? ഗാന്ധി സ്നേഹം, ഗാന്ധി വിഭാവനം ചെയ്ത ഇന്ത്യയും RSS കാണുന്ന ഇന്ത്യയും ഒരേപോലെയാണ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് ദഹിക്കുമോ? ഞാൻ തുടക്കത്തിൽ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ ചരിത്രപരമായി RSS നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി RSSന് ഒരു കാരണവശാലും RSSൻ്റെ ചരിത്രത്തെ വെള്ളപൂശാനാവുന്നില്ല എന്നതാണ്. നിങ്ങൾ നോക്കൂ, എത്ര ബുദ്ധിപരമായിട്ടാണ് ഗാന്ധി സ്വപ്നം കണ്ട് ഇന്ത്യയെപ്പറ്റി RSSൻ്റെ സർസംഘചാലക് പറഞ്ഞത്. ആവർത്തിച്ചുള്ള അവതാരികയുടെ ചോദ്യത്തിൽ ഗാന്ധിയുടെ ആശയവും RSSൻ്റെ ആശയവും ചേരുന്നതാണോ എന്ന് ചോദിച്ചതിന് വളരെ ബുദ്ധിപരമായിട്ടല്ലേ BJPയുടെ പ്രതിനിധി ഒഴിഞ്ഞു മാറുന്ന കാഴ്ച നമ്മൾ കണ്ടത്. ഒരു കാരണവശാലും ഗാന്ധി സ്വപ്നം കണ്ട ഇന്ത്യ, ഗാന്ധി സൃഷ്ടിച്ച ഇന്ത്യ RSSൻ്റെ ആശയങ്ങളോട് ചേരുന്ന ഇന്ത്യയല്ല എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. അതെന്തുകൊണ്ടാണ് നമുക്ക് പറയാൻ കഴിയുന്നത്? കാരണം ഗാന്ധി സ്വപ്നം കണ്ടത്, ഗാന്ധി പോരാടി നേടിയ ഇന്ത്യ, ആ ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ സൃഷ്ടിക്കപ്പെട്ടത് ഒരു സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിട്ടാണ്. പക്ഷേ RSSൻ്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു? RSSൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയാണോ പാകിസ്ഥാൻ മതരാഷ്ട്രമായി മാറിയത് ആ നിലയിൽ തന്നെ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റണം എന്നായിരുന്നു. നിർഭാഗ്യവശാൽ ആ മതരാഷ്ട്രവാദത്തിനെതിരായി നഖശികാന്തം നിലപാട് സ്വീകരിച്ച് ഇന്ത്യക്കകത്ത് നിന്ന ഒരു മനുഷ്യനായിരുന്നു മഹാത്മാഗാന്ധി. എന്തുകൊണ്ടാണ് മഹാത്മാഗാന്ധി കൊല ചെയ്യപ്പെട്ടതെന്ന് ഇതിനും ഭംഗിയായ ഒരു ഉത്തരം വേറെ ഉണ്ടാവും എന്ന് നമുക്ക് കണ്ടെത്താനേ കഴിയില്ല. കാരണം ഇന്ത്യക്കകത്ത് ഇന്ത്യ സെക്കുലറായി നിലനിൽക്കണം എന്ന് ഈ രാജ്യത്തിനകത്ത് വർത്തമാനം പറഞ്ഞതിൻ്റെ പേരിൽ രക്തസാക്ഷിയായ ആളാണ് മഹാത്മാഗാന്ധി. ഈ ഒക്ടോബർ 2-ാം തീയതി മഹാത്മാഗാന്ധിയെപ്പറ്റി വാദോരാതെ RSS സർസംഘചാലക് പ്രസംഗിക്കുമ്പോൾ ജനുവരി മാസം 30-ാം തീയതി അദ്ദേഹം എന്താണ് പ്രസംഗിക്കാൻ പോകുന്നത്? ജനുവരി മാസം 30-ാം തീയതി RSSകാരനായ, ഞാൻ തറപ്പിച്ച് പറയുന്നു, RSSകാരനായ ഗോഡ്സെയാൽ വെടിയേറ്റു വീണ മഹാത്മാഗാന്ധിയുടെ ചരമദിനത്തിൽ എന്താണ് RSSൻ്റെ നേതാവ് പ്രസംഗിക്കാൻ പോകുന്നത്? ഈ വർത്തമാനകാല ഇന്ത്യയിൽ പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ പോലെയുള്ള BJP നേതാക്കന്മാർ വീണ്ടും ഗാന്ധിക്കെതിരെ വെടിയുതിർക്കുന്നതും ഗോഡ്സെയെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയവാദി എന്ന് വിശേഷിപ്പിക്കുന്നതിനെ തള്ളിപ്പറയാൻ ഈ RSS നേതാവ് തയ്യാറായിട്ടുണ്ട്. ഇതൊന്നും ചെയ്യാതെ മഹാത്മാഗാന്ധിയെ ഇപ്പോൾ കോട്ട് ചെയ്യാൻ മോഹൻ ഭഗവത് തയ്യാറാകുമ്പോൾ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളെ ചേർത്ത് പിടിക്കാതെ ഇന്ത്യയിൽ നിലനിൽക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് RSSന് ഉണ്ടാവുന്നു എന്ന് നാം ബോധ്യപ്പെടണം. RSSന് ഒരു ഇത്തരത്തിൽ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഗാന്ധി സ്നേഹമാണോ ഈ പറഞ്ഞതുപോലെ RSSന് ആ സംശയ നിഴലിൽ നിന്ന് ഇതുവരെയും മാറാൻ കഴിഞ്ഞിട്ടില്ല? ഗോഡ്സെ RSSകാരനല്ലായിരുന്നു നിങ്ങൾ എത്ര ആവർത്തിച്ചു പറഞ്ഞാലും ചരിത്രം തന്നെ അതിന് തിരിച്ചടി നൽകും നിങ്ങൾക്ക്. കാരണം അക്കാര്യം നിങ്ങൾക്കതങ്ങനെ ആവർത്തിച്ച് പറയാം. ഗോഡ്സെയുടെ സഹോദരൻ്റെ തന്നെ അഭിമുഖങ്ങളിൽ ഉണ്ടായിരുന്നു അവർ എങ്ങനെയാണ് RSSൽ വളർന്നത് എന്നുള്ള കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് ഗോഡ്സെ പറഞ്ഞ മൊഴികളെ മാത്രം അടിസ്ഥാനമാക്കി എങ്ങനെയാണ് ഗോഡ്സെ RSSകാരനായിരുന്നില്ല എന്ന് പറഞ്ഞു വയ്ക്കാൻ കഴിയുന്നത്? ശ്രീ ഷാജി, ഈ ന്യൂസ് മലയാളം ചാനൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചാനലെന്നാണ് ഞാൻ കരുതുന്നത്. അതെ, അതിലെ അവതാരക ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിക്ക് എന്തും പറയാം.
പക്ഷെ അവതാരക അതിനോട് ചേർന്ന് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചരിത്രവാദ്യം പഠിക്കണം. ഇത് നിങ്ങൾ ചാനല് നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾ അടിയുറച്ച് നിൽക്കുന്നു എന്ന് പറയണം. കാരണം RSSകാരനാണ് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന ഗോഡ്സെ RSSകാരനാണ് എന്ന് നിങ്ങൾ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, നിങ്ങൾ തിരിച്ചറിയണം. ഇല്ല, എന്റെ സ്റ്റേറ്റ്മെന്റിനെ മാറ്റാൻ നോക്കണ്ട. RSSുമായി ബന്ധമുണ്ടായിരുന്നു. ഗോഡ്സെയുടെ സഹോദരൻ കൊടുത്ത ഫ്രണ്ട് ലൈന് കൊടുത്ത അഭിമുഖത്തെ കോട്ട് ചെയ്താണ് ഞാൻ പറയുന്നത്. അവർ വളർന്നത് RSSലായിരുന്നു എന്നു ആ സഹോദരൻ. ഈ രാജ്യത്തെ കോടതിയാണോ മലയാളം ന്യൂസ് മലയാളം ചാനലിലെ അവതാരക പറയുന്നതാണോ ജനം വിശ്വസിക്കേണ്ടത്? എത്ര കോടതിയിൽ ഈ ജസ്റ്റിസ് കെ.ടി. കോശിയെ പോലുള്ള അവറുകൾ, ജസ്റ്റിസ് സുപ്രീം കോടതി ജഡ്ജി, അദ്ദേഹം തന്നെ കേരളത്തിന്റെ ജനവിഭാഗത്തിൽ പറഞ്ഞിട്ടില്ലേ? ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് RSS എന്ന സംഘടനയെ കുറ്റക്കാരായി കണ്ടെത്തി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞു വയ്ക്കാൻ നോക്കണ്ട. പക്ഷേ സംശയ നിഴലിൽ തന്നെയാണ്. നിങ്ങൾ ഇന്നലെ വന്നിട്ട് ഈ മലയാളം ചാനലിൽ ഇരുന്നിട്ട് എന്ത് സംശയം എന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ ഏത് ലോകത്ത് നിന്നാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത്? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ രാജ്യത്തിൻ്റെ ഇപ്പോഴും MP ആയിട്ടുള്ള നമ്മുടെ പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവ് കോടതിയിൽ പോയി ക്ഷമ പറഞ്ഞിട്ട് അധികം നാളുകളൊന്നും ആയിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറയാം, ഈ തരത്തിലുള്ള കഴിഞ്ഞ 100 വർഷമായിട്ട് ഇതൊക്കെ തന്നെ ഈ രാജ്യത്ത് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളെപ്പോലുള്ള ചില പത്രമാധ്യമങ്ങൾ ഇത് പറയുന്നുണ്ട്, പ്രതിപക്ഷ കക്ഷികൾ പറഞ്ഞിരുന്നു രാഷ്ട്രീയം വെച്ചുകൊണ്ട്. പക്ഷേ ഈ പ്രസ്ഥാനം അനുസ്യൂതം വളർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇനി ഇത് എത്ര കാലം ഈ വെട്ടിത്തരം പറഞ്ഞ് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന്? അതുകൊണ്ട് ഇത് നിങ്ങൾ അവസാനിപ്പിക്കേ. ഇവിടെ പ്രതിപക്ഷ നേതാവ് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ കേൾക്കുകയായിരുന്നു. അദ്ദേഹം പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാര്യം പറയുന്നു, മറ്റു പല കാര്യങ്ങൾ പറയുന്നു. ഞാൻ അതുകൊണ്ടാണ് അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കുന്നത്. സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ അതിൻ്റെ ഭാഗമായിരുന്നവരാണ് 1947 ശേഷം വിവിധങ്ങളായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വന്നിട്ടുള്ളത്. അതിൽപ്പെട്ട ഒരാളായിരുന്നു ഡോക്ടർ ജി, അല്ലെങ്കിൽ ഡോക്ടർ കേശവ ബലറാം ഖഡ്ഗാവർ, RSS സ്ഥാപിച്ചയാൾ. അദ്ദേഹം 1921 നിസ്സഹകരണ സമരത്തിലും 30 ഉപ്പ് സത്യാഗ്രഹത്തിലും അറസ്റ്റ് വരിച്ച് ജയിലിൽ കിടന്ന ആളാണ്. ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർത്തിക്കൊണ്ടുവന്നിരുന്ന EMS സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ഭാഗമല്ലായിരുന്നു. അപ്പോൾ അവരൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായത് കോൺഗ്രസിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടാണ്. ആ ചരിത്രം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനും ഈ രാജ്യത്തുണ്ട്, അവകാശപ്പെടാനുണ്ട്. അതിൻ്റെ സ്ഥാപകനും കൃത്യമായിട്ട് അവകാശപ്പെടാൻ സാധിക്കും. പിന്നീട് പറയുന്നത് എന്താ? പിന്നീട് വളരെ കൃത്യമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ ആൾ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, RSS വർഗീയ പ്രസ്ഥാനമാണ്, മഹാത്മാഗാന്ധി മതേതര നിലപാടായിരുന്നു എടുത്തിരുന്നത്, അതുകൊണ്ട് ഇതൊരിക്കലും സിങ്കാവില്ല, ഒരിക്കലും യോജിക്കില്ല എന്നുള്ള നിലക്കാണ് പറയുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, കൃത്യമായി ഇന്ന് ഈ രാജ്യത്ത് നമ്മൾ നോക്കൂ, നിങ്ങൾ പ്രസംഗത്തിലൊക്കെ നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റും. ഈ രാജ്യത്തെ 146 കോടി ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ സാധിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് BJP അല്ലേ? വേറെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സാധിക്കുന്നേ? ഇന്ന് ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനവും ഗോവയുൾപ്പെടെ ആരാണെന്നേ ഭരിക്കുന്നത്? നിങ്ങൾ കുറേ കാലമായിട്ട് ഈ പുകമറ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് RSSനെ പറ്റി പഠിക്കുമ്പോഴും RSSനെ പറ്റി പറയുമ്പോഴും ചരിത്രവാദ്യം നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ആ ചരിത്രം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശ്രീ ഷാജി പറയുന്നത്. ഗാന്ധി വധത്തിന് ശേഷം ഏതെങ്കിലും ഒരു സംഘടന നിരോധിക്കപ്പെട്ടിട്ടുണ്ട് രാജ്യത്തെങ്കിൽ അത് RSS ആണ്. ആ ചരിത്രം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. നിങ്ങളെന്തിനാ ചാടിപ്പോകുന്നത്? നിങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഒരു കോടതി വിധി, ഗാന്ധിവധവുമായി RSSന് ബന്ധമില്ല എന്നുള്ള കോടതി വിധി കൃത്യമായിട്ടുണ്ടോ നിങ്ങൾ സമ്മതിച്ചല്ലോ. ശരി, ഇപ്പം നിങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം എന്താ? നിരോധനമല്ലേ. ഈ നിരോധനത്തെ അതിജീവിച്ചെങ്ങനെ RSS വന്നത് പുറത്ത്? വളരെ കൃത്യമായി ഏതൊക്കെ പ്ലാറ്റ്ഫോമിലാണോ നിരോധനത്തിനെ പറ്റിയിട്ട് മറുപടി പറയേണ്ടത് അവിടെയൊക്കെ വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ നിരോധനം മാറി പുറത്ത് പറയേണ്ടി വന്നത്. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടിരുന്നില്ലേ? ഈ ലോകത്തും ഈ രാജ്യത്തും നിരവധിയായ സംഘടനകൾ കാലാകാലങ്ങളിൽ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. നിരോധിക്കപ്പെട്ട സംഘടനകളൊക്കെ തന്നെ ഈ രാജ്യത്ത് പ്രവർത്തിക്കാനും മിണ്ടാനും പറ്റാത്ത അവഗണിക്കപ്പെടേണ്ടവരാണ് എന്നുള്ള ചിന്ത എൻ്റെ പ്രിയപ്പെട്ട സഹപാനലിസ്റ്റായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ സുഹൃത്തിനുണ്ടോ? താങ്കൾക്കാവാം, ചാനലുകാർക്കാവാം, കാരണം 1 മണിക്കൂർ എന്തെങ്കിലും പറയണമല്ലോ. അതുകൊണ്ട് നിരോധിക്കപ്പെട്ടു ഒരു സംഘടന, അതുകൊണ്ട് ഈ രാജ്യത്ത് അവർക്ക് പ്രവർത്തിക്കാൻ അവകാശമില്ല, വാതുറക്കാൻ അവകാശമില്ല. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള സഹയാത്രികന് ആ തരത്തിലുള്ള അഭിപ്രായമുണ്ടോ? അതുകൊണ്ട് നിരോധിക്കപ്പെടുന്നത് ഒരു സംഘടനയുടെ ഏതെങ്കിലും RSSന്റെ ഗാന്ധി സ്നേഹത്തിലും BJPയുടെ ഗാന്ധി സ്നേഹത്തിലും ഒക്കെ സംശയം തോന്നുന്നത് ഇപ്പോൾ പ്രഗ്യാ സിംഗ് താക്കൂറിനെ പോലെ ഒരാളെ ചേർത്ത് പിടിക്കുവാൻ
BJPക്ക് പറ്റുന്നുണ്ട്, RSSന് പറ്റുന്നുണ്ട് എന്നുള്ളിടത്തൊക്കെ തന്നെയാണ്. അതിനുശേഷവും ആ നേരം സംശയത്തിന്റെ നിഴലിലായി എന്ന് പറയുമ്പോഴും അതിനുശേഷവും സംഘടനകൾക്ക് തീരുമാനങ്ങളൊക്കെ മാറ്റാം, നയപരിപാടികൾ മാറ്റാം, അതൊക്കെ ചെയ്യാം, അവരുടെ ആ രാഷ്ട്രീയത്തിലൊക്കെ മാറ്റം വരുത്താം. പക്ഷേ അടിസ്ഥാനപരമായി രാഷ്ട്രീയത്തിൽ മാറ്റം വന്നിട്ടില്ല എന്ന് തോന്നുന്നത് ഇത്തരം ആളുകളെ ചേർത്ത് പിടിക്കുന്നത് കൊണ്ടുകൂടിയാണ്. നിങ്ങൾ നോക്കൂ, ഒരു 100 വർഷം പ്രായമായ ഒരു സംഘടന ലോകത്ത് തന്നെ 100 വർഷം കൊണ്ട് ഒരു ദിവസം പോലും പിന്നോട്ട് ഒരടി പോലും പോകാതെ 100 വർഷവും വളരെ കൃത്യമായ ഗ്രോവിംഗ് ഗ്രേത്ത് റേഷ്യോ ഉള്ള കൃത്യമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ ചേർത്ത് നിർത്തി ആ വ്യക്തിയോട് BJP എടുത്ത ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണോ ചർച്ച മുമ്പോട്ട് പോകേണ്ടത്? അങ്ങനെയാണോ മുമ്പോട്ട് പോകേണ്ടത്? ഞാൻ തുടക്കത്തിലെ ഒരു കാര്യം പറഞ്ഞു, എന്താണോ ഞങ്ങൾ പണ്ടും ഇന്നും എന്നും പറയുന്നത്, ഞങ്ങൾക്കൊരു വ്യത്യാസവുമില്ല. അത് ഏത് കാര്യത്തിലായാലും ശരി. ഇവിടെ വ്യത്യാസങ്ങൾ വരുന്ന രാഷ്ട്രീയ പാർട്ടികളെ കണ്ടു പരിചയിച്ചവർക്കാണ് ഈ പ്രശ്നം. ഇപ്പം ചാനലിൽ ഇപ്പം എന്താ പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പം നമുക്കറിയാം, ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്. 5 കൊല്ലം മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത ചില വിഷയങ്ങളിലെ നിലപാട് ഇപ്പോൾ അവർക്കുണ്ടോ? ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ പമ്പ വരെ എത്തി. അദ്ദേഹം അടുത്ത സീസണിൽ ഇരുമുടി കെട്ടി ശബരിമലയ്ക്ക് പോകാൻ പോവുക. അപ്പോൾ ഇടതുപക്ഷത്തിന് വന്നിട്ടുള്ള വലിയ തോതിലുള്ള വലതുപക്ഷ വ്യതിയാനമുണ്ട്. ഇത് അവരുടെ ഭാഷ കേട്ടോ. അതേപോലത്തെ വ്യതിയാനമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അന്നും ഇന്നും എന്നും ഒരു കാര്യം പറയും. ഒരു അതുകൊണ്ടാണോ പ്രഗ്യയെ പോലുള്ളവരെ ഇപ്പോഴും ചേർത്ത് നിർത്തുന്നത്? ഞങ്ങൾ ഞങ്ങളുടെ നിലപാടുകൾ മാറ്റിയിട്ടില്ല. ആ നിലപാടുകളിൽ മാറ്റമില്ലാത്തത് കൊണ്ടാണോ പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ പോലുള്ളവരെ ഇപ്പോഴും ചേർത്ത് നിർത്താൻ പറ്റുന്നത്? ഞാൻ അതിനുള്ള മറുപടിയാണ് പറഞ്ഞത്. ഞങ്ങൾ 2 MP-മാരെ കൊണ്ട് പാർലമെന്റിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഈ ലോകത്തോടും ഈ രാജ്യത്തോടും ഈ രാജ്യത്തെ ജനങ്ങളോടും എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാളെയും ഇത് തന്നെ ഞങ്ങൾ പറയും. അതിനകത്തൊരു വ്യക്തി ചേർന്ന് നിന്നും അല്ല വ്യക്തി മാറി നിന്നും ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഞാൻ ആഗ്രഹിക്കുന്നതും പ്രത്യേകിച്ച് ഞാൻ സംസാരിക്കാൻ എന്നെ വിളിച്ചിരിക്കുന്നതും RSS എന്ന് പറയുന്ന ഒരു മഹത്തായ പ്രസ്ഥാനത്തെ പറ്റിയിട്ടാണ്. അതിൻ്റെ 100 വർഷം പൂർത്തിയാകുമ്പോൾ ലോകം മുഴുവനും രാജ്യം മുഴുവനും വലിയ ശ്രദ്ധയോടുകൂടി അതിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ്. ആ കാലഘട്ടത്തിൽ നമ്മൾ ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ഗൗരവത്തിലും അതിൻ്റേതായ മാനത്തിലും നിന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല, ചർച്ചക്കർത്ഥം ഇല്ലാതെ പോകും. ഞാൻ ആഗ്രഹിച്ചതും ഞാൻ ഒന്നുകൂടെ അടിവരയിട്ട് സൂചിപ്പിക്കാം. RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ നമുക്കതിൻ്റെ ഈ നേരത്തെ സൂചിപ്പിച്ച പല കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. അതിന് വന്നിട്ടുള്ള നിരോധനത്തെ പറ്റിയിട്ട് ചർച്ച ചെയ്യാം. അതെന്തുകൊണ്ട് അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് ഈ പ്രസ്ഥാനം ഒരു ദിവസം പോലും തളരാതെ, എത്രയോ നിരോധനം, അടിയന്തരാവസ്ഥ പോലെ ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയ അടിയന്തരാവസ്ഥയെ പോലും ഫലപ്രദമായി നേരിടാൻ ഈ രാജ്യത്തൊരു സംഘടന നെടുന്തൂണായിട്ട് ബാക്ക് ബോണായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് RSS എന്നാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട പാനലിസ്റ്റിന് പോലും അത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. കാരണം അത് അദ്ദേഹത്തിന് ചിലപ്പോൾ ചരിത്രം അറിയില്ലെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കും. കാരണം അന്ന് ഞങ്ങളും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരും ഒരുമിച്ചാണ് നിന്നത്. അന്ന് ഈ രാജ്യത്ത് മുഴുവൻ രാഷ്ട്രീയ സംഘടനകളായാലും അല്ലാതുള്ള സംഘടനകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അടിയന്തരാവസ്ഥക്കെതിരെ പോരാടിയ പ്രസ്ഥാനത്തിന്റെ പേരാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന് പറയുന്നത്. അപ്പൊ ഈ അങ്ങനെ ഒരു രാഷ്ട്രീയ ശരി RSSന്റെ ഭാഗത്ത് ഉള്ളതുകൊണ്ടാണ് അവർ ഈ രീതിയിൽ പടർന്ന് പന്തലിച്ചത് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് ശിവപ്രസാദ്. മറുപടി. എനിക്ക് 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ അവതാരിക അവസരം തരണം. അദ്ദേഹം ചരിത്രത്തെ പറ്റിയാണല്ലോ പറയുന്നത്. പ്രധാനപ്പെട്ട 4 ചരിത്ര വസ്തുതകൾ പറയാനുള്ള അവസരം അങ്ങ് ഇടപെടാതെ തരണമെന്ന് ആദ്യം തന്നെ അഭ്യർത്ഥിക്കുകയാണ്. ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് RSS ഇത്രയും നാൾ സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന അത്രയും വേഗം പറയാം സ്ഥാപിക്കാൻ ശ്രമിച്ച അത്രയും ഗോഡ്സെ RSSകാരനല്ല എന്നാണ്. അതിൽ ഗോപാൽ ഗോഡ്സെയുടെ വാദങ്ങളെപ്പറ്റി അവതാരിക സാന്ദർഭേണ സൂചിപ്പിക്കുകയും ചെയ്തു. ഗോപാൽ ഗോഡ്സെയുടെ ഒരു പ്രസ്താവന നമുക്ക് ഓർത്തെടുക്കാം. എന്താ അദ്ദേഹം പറഞ്ഞത്? ഞങ്ങൾ 4 സഹോദരന്മാർ, ആരൊക്കെ? നാഥൂറാം, ദത്താത്രേയ, ഗോപാൽ, ഗോവിന്ദ്, ഈ 4 പേരും RSSകാരാണ്. ഞങ്ങൾ വീട്ടിൽ ജീവിച്ചതിനേക്കാൾ കൂടുതൽ RSS ശാഖയിലാണ് ജീവിച്ചത്. തള്ളിപ്പറയാൻ BJP പ്രതിക്കാവൂ. ഒന്നാമത്തെ ചരിത്ര വസ്തുത. രണ്ടാമത്തെ ചരിത്ര വസ്തുത, 1947 ഡിസംബർ മാസം 7-ാം തീയതി RSSന്റെ ഒരു സമ്മേളനം ഡൽഹിയിൽ രാംലീല മൈതാനത്ത്. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അമ്മാവനും അനന്തരവന്മാരും തമ്മിലുള്ള ബന്ധം ഞാൻ പറഞ്ഞുതരാം. അമ്മാവനും അനന്തരവന്മാരും തമ്മിലുള്ള ബന്ധവും ഞാൻ പറഞ്ഞുതരാം. അങ്ങ് ക്ഷമയോടെ കേൾക്കൂ. അങ്ങ് പറഞ്ഞ് ഞാൻ ക്ഷമയോടെ കേട്ടല്ലോ. ഞാൻ പറഞ്ഞ അങ്ങ് ക്ഷമയോടെ കേൾക്കൂ.
അമ്മാവനും അനന്തരവനും തമ്മിലുള്ള ബന്ധം ഞാൻ പറഞ്ഞു. അങ്ങൊന്നും ക്ഷമയോട് കേൾക്കൂ. ഒരു കാര്യം പറഞ്ഞിട്ട് അതിലേക്ക് വരാം. 47 ഒരു മഹാസമ്മേളനം ഹിന്ദു മഹാസഭ RSS വിളിച്ചു ചേർക്കുന്നുണ്ട് രാംലീല മൈതാനത്ത്. ആ മൈതാനത്തിലെ പ്രസംഗത്തിൽ ഗോൾവാക്കർ പറഞ്ഞ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, മഹാത്മാഗാന്ധി ഈ രാജ്യത്ത് മുസ്ലിങ്ങളെ നിലനിർത്താൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധി മുസ്ലിങ്ങളെ നിലനിർത്താൻ ശ്രമിക്കുന്നതിനെ ഒരു കാരണവശാൽ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ RSSന് മഹാത്മാഗാന്ധിയെ നിശബ്ദനാക്കേണ്ടി വരും പ്രസംഗിച്ചത് MS ഗോൾവാക്കറാണ്. ആ പ്രസംഗമല്ലേ പിന്നീട് മഹാത്മാഗാന്ധിയുടെ വധത്തിലേക്ക് നയിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രചോദനമായി മാറുന്നത്. ഇതേ മഹാത്മാഗാന്ധി സംബന്ധിച്ച് ഓർഗനൈസർ വന്ന ലേഖനം എന്താ? ഓർഗനൈസറിൽ RSS എഴുതിയ ലേഖനത്തിൽ പറയുന്നത് മഹാത്മാഗാന്ധി ഇന്ത്യ വിഭജന സമയത്ത് പഞ്ചാബിൽ പോയി പഞ്ചാബിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ വർഗീയ കലാപം ഉണ്ടാകുമ്പോൾ ബംഗാളിൽ പോയി മതേതരത്തെപ്പറ്റി പ്രസംഗിക്കുന്നു. അതുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ മതേതരത്തെ ഞങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. ഓർഗനൈസറുടെ ലേഖനം. അടുത്ത വസ്തുതയിലേക്ക് വന്നാൽ ഈ പറയുന്ന പോലെ സവർക്കറെ അക്വിറ്റ് ചെയ്തതാണ് ഇവരെല്ലാം വലിയ വായിൽ ഈ കേരള രാജ്യത്തിനകത്ത് എക്കാലവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചരിത്രം. സവർക്കറെ അക്വിറ്റ് ചെയ്തൊരു കോടതി വിധി സ്വാഭാവികമായി 1949 വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ സുഹൃത്ത് മറന്നുപോകുന്ന ഒരു കമ്മീഷൻ റിപ്പോർട്ടുണ്ടല്ലോ സുഹൃത്തെ. ആ കമ്മീഷൻ ജസ്റ്റിസ് ജീവൻലാൽ കപൂർ എന്ന സുപ്രീം കോടതിയിലെ ജഡ്ജി നടത്തിയ ഗാന്ധി വധത്തെ സംബന്ധിച്ച് അന്വേഷിക്കുന്ന ഒരു കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. ആ കമ്മീഷൻ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട 2 വാചകങ്ങൾ ഞാൻ വായിക്കാം. ഒന്ന്, all these facts taken together were destructive of any theory other than the conspiracy of murder of Gandhi ബാസ് ബൈ സവർക്കർ ആൻഡ് ഹിസ് ഗ്രൂപ്പ്സ്. ഒന്നാമത്തെ നിരീക്ഷണം. ഇനി രണ്ടാമത്തെ നിരീക്ഷണം, അമ്മാവന്മാരും അനന്തരവന്മാരും തമ്മിലുള്ള ബന്ധം. ആ കപൂർ കമ്മീഷൻ്റെ റിപ്പോർട്ടിലെ 4A ക്ലോസ് ശ്രദ്ധിച്ച് കേൾക്കണം BJP പ്രതിനിധി. എന്താണ് അമ്മാവന്മാരും അനന്തരവന്മാരും തമ്മിലുള്ള ബന്ധം? ഇതാണല്ലോ പറയുന്നത് ഹിന്ദു മഹാസഭ ഞങ്ങളുടെയല്ല, RSS വേറെയാണ്. കേട്ടോ, ദ RSS വാസ് ദ ബെസ്റ്റ് ഓർഗനൈസ്ഡ് ആൻഡ് മിലിറ്റന്റ് ഹിന്ദു ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ ആൻഡ് ആൾദോ it was not affiliated to Hindu Mahasabha. Its prominent organizers and workers were members or sponsors of Hindu Mahasabha ideology. Hindu Mahasabha സ്പോൺസർമാരും അതോടൊപ്പം തന്നെ വർക്കർമാരുമാണ് RSSലെ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. RSS പ്രഖ്യാപിച്ച ഒരു നിലപാടിൽ നിന്നും RSS മുന്നോട്ട് പോയിട്ടില്ലെന്നാണ് തുടക്കം മുതൽ BJPയുടെ പ്രതിനിധി സവിസ്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ചരിത്രം എന്നെ പഠിപ്പിക്കാൻ ബുദ്ധിയുള്ള സമയത്ത് ഗോൾവാർക്കറിൻ്റെ പഴയ കുറേ കത്തിടപാടുകൾ വായിച്ചു നോക്കിയാൽ എന്തായിരുന്നു RSS എന്നും പിന്നീട് എന്താണ് RSS എന്നും അറിയാം. 1949 ഫെബ്രുവരി മാസം 4-ാം തീയതി RSS നിരോധിക്കപ്പെടുമ്പോൾ 49 ജൂലൈ മാസം 11-ാം തീയതി RSSന് നിരോധനം പിൻവലിക്കാൻ വേണ്ടി ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഗോൾവാക്കർ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക്, അന്നത്തെ ആഭ്യന്തരമന്ത്രിയായ സർദാർ വല്ലഭായ് പട്ടേലിന്, അന്നത്തെ ഡെപ്യൂട്ടി കമ്മീഷണർക്ക് എല്ലാം അയക്കുന്ന കത്തുകൾ നീണ്ടതിനുണ്ട്. അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അതിൽ പറയുന്ന പല കത്തുകളുടെ ഒരു വാചകം ബെഗ് എന്നാണ്. ഞങ്ങൾ യാചിക്കുന്നു. എന്തിന്? RSS നിരോധനം ഒന്ന് പിൻവലിച്ചു തരണം. എന്നിട്ട് എന്താ പറയുന്നത്? RSS ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ചു കൊള്ളാം. എപ്പോൾ? ഞങ്ങളുടെ നിരോധനം അങ്ങ് ഒന്ന് പിൻവലിച്ചു തന്നാൽ. RSS ഇന്ത്യയിൽ തയ്യാറാക്കപ്പെടുന്ന ഭരണഘടന അംഗീകരിക്കാൻ തയ്യാറാണ്. എപ്പോൾ? ഞങ്ങളുടെ നിരോധനം അങ്ങൊന്ന് പിൻവലിച്ചു തന്നാൽ. ഇങ്ങനെ കാല് പിടിച്ച് നിരോധനം പിൻവലിച്ച് ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രപതാകയും ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ ദേശീയ പതാകയും ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയും അംഗീകരിക്കാം എന്ന് കാല് പിടിച്ച് ബെഗ് എന്ന വാക്കാണ് ഗോൾവാക്കർ ഉപയോഗിക്കുന്നത്. ബെഗ് ചെയ്ത് RSSന്റെ നിരോധനം പിൻവലിച്ചവരാണ് വലിയ വായിലെ പ്രസംഗിക്കുന്നത്. ഞങ്ങൾ ഒരു സ്റ്റാൻഡിൽ നിന്നും പുറകോട്ട് പോയിട്ടില്ല. നിങ്ങൾ സെക്കുലർ രാഷ്ട്രം അംഗീകരിച്ചത് RSSന്റെ നിരോധനം പിൻവലിക്കാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ ദേശീയ പതാക അംഗീകരിച്ചത് RSSന്റെ നിരോധനം പിൻവലിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ഈ രാജ്യത്ത് പൊളിറ്റിക്കൽ, അതാ പ്രധാനപ്പെട്ട വാചകം, RSS റെസ്ട്രിക്റ്റഡ് ടു വർക്കിംഗ് ഇൻ ടു ദ കൾച്ചറൽ ഫീൽഡ്സ് ആൻഡ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് പൊളിറ്റിക്സ് പറഞ്ഞത് MS ഗോൾവാക്കർ 1949 ജൂലൈ മാസം 10-ാം തീയതി അദ്ദേഹം എഴുതിയ കത്തിലാണ്. എന്തുകൊണ്ട് RSS രാഷ്ട്രീയത്തിൽ ഇടപെടുന്നില്ല എന്ന് പറയേണ്ടി വന്നത്? അത് നിരോധനം പിൻവലിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിരോധിക്കപ്പെട്ട ഗാന്ധി വധത്തെ തുടർന്ന് ഫെബ്രുവരി മാസം 4-ാം തീയതി നിരോധിക്കപ്പെട്ട RSSന് ആ നിരോധനം പിൻവലിക്കാൻ വേണ്ടി ഈ രാജ്യത്തിനകത്ത് തങ്ങൾ ഉയർത്തിപ്പിടിച്ച എല്ലാ മുദ്രാവാക്യങ്ങളും പിന്നോട്ട് വെച്ച് രാജ്യം പറയുന്നതെല്ലാം നല്ല കുട്ടിയെപ്പോലെ അനുസരിച്ചോളാമെന്ന് വാക്ക് കൊടുത്തിട്ടാണ് RSSന്റെ നിരോധനം പിൻവലിച്ചത്. കമ്മ്യൂണിസ്റ്റുകാരെ നിരോധിച്ചത് ശരിയാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരെ നിരോധിച്ചത് കമ്മ്യൂണിസ്റ്റുകാർ ഒരു ഘട്ടത്തിലും ഉയർത്തിപ്പിടിച്ച തൊഴിലാളി വർഗ നിലപാടിൽ നിന്ന് പിന്നോട്ടേ പോയിട്ടില്ല. നോക്കൂ ഈ ഗാന്ധിവധവുമായി ബന്ധപ്പെട്ട് RSSന്റെ പേര് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഗാന്ധിവധത്തിൻ്റെ ആരോപണവുമായി ബന്ധപ്പെട്ട് കോടതി വിധി മാത്രമല്ല, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൃത്യമായൊരു അന്വേഷണ കമ്മീഷൻ വെച്ചിരുന്നു.
ഇന്നിപ്പോൾ എൻ്റെ ഇടതുപക്ഷത്തിൻ്റെ സുഹൃത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും അന്ന് ആ കമ്മീഷൻ പരിഗണിച്ചതാണ്. ഗാന്ധിവധവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പ്രസ്താവനകൾ, നടന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ, നടന്നിട്ടുള്ള അഭിമുഖങ്ങൾ, ഇതുമായിട്ട് എടുത്തിട്ടുള്ള മൊഴികൾ, അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പത്രവാർത്തകൾ, ഇതിൻ്റെയൊക്കെ സമഗ്രമായ പഠനത്തിന് ശേഷം ഒരു അന്വേഷണ കമ്മീഷൻ പോലും RSSന് ഗാന്ധിവധവുമായി ബന്ധമില്ല എന്ന് കൃത്യമായി പ്രഖ്യാപിച്ചു ഒരു ഭാഗത്ത്. രണ്ടാമത്തെ അതുകൊണ്ടാണ് ആ സംശയം വരുന്നത്. മാത്രമല്ല അന്ന് പ്രസിഡന്റ് ആഭ്യന്തരമന്ത്രിക്ക് അയച്ച കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് RSSന്റെ പ്രവർത്തനം രഹസ്യാത്മകമാണ്. ഹിന്ദു മഹാസഭയുടെ ചരിത്രം അറിയുമോ? ഹിന്ദു മഹാസഭയുടെ ചരിത്രം അറിയോ അവതാരകെ? ഹിന്ദു മഹാസഭ സ്വാതന്ത്ര്യത്തിന് മുമ്പ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളതാണ്. ഈ രാജ്യത്തിന്റെ പ്രസിഡന്റ് പോലും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പോലും ഹിന്ദു മഹാസഭയെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയും പിന്നീടാണ് കോൺഗ്രസിൽ തീരുമാനം വരുന്നത് ഏതെങ്കിലും ഒരു സംഘടന പ്രവർത്തിച്ചാൽ മതി എന്ന്. അത് ഏറ്റവും അവസാനമാണ്. അപ്പോൾ ഈ ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകരാണെന്നുള്ളത് ഞാൻ സമ്മതിച്ചല്ലോ. ഈ പറയുന്ന ഗോഡ്സെ ആയാലും ഈ പറയുന്ന സോമനാഥ് ചാറ്റർജിയുടെ ഒരു സഹോദരനുണ്ട്, എൻ്റെ ഇടതുപക്ഷ സുഹൃത്തിന് അദ്ദേഹത്തെ മറന്നിട്ടുണ്ടാവില്ല, നമ്മുടെ ലോകസഭയിലെ സ്പീക്കറായിരുന്നു. ഈ സോമനാഥ ചാറ്റർജിയുടെ ചേട്ടൻ, മൂത്ത ജ്യേഷ്ഠനായിരുന്നു ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ്. രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് രാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു, ഹിന്ദു മഹാസഭയുടെ സജീവ പ്രവർത്തകനായിരുന്നു. ഈ നമ്മുടെ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പല പേരുകളുമുണ്ട്. ഇതൊന്നും ആരും നിഷേധിക്കുന്നില്ലെന്ന്. ചരിത്രം പഠിക്കാതെ നിങ്ങൾക്ക് വളരെ കൃത്യമായി RSS വധവുമായി ഗാന്ധിവധവുമായി RSSനെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി പച്ചക്കള്ളങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്നത് നിഷേധം ഉണ്ടോ? ഞാൻ ചോദിക്കുന്നത് ഒരു അന്വേഷണ കമ്മീഷൻ ഈ രാജ്യത്തെ ആദ്യത്തെ ഗവൺമെന്റ് ഗാന്ധിവധവുമായി ഈ രാജ്യത്തിന് അന്വേഷണ കമ്മീഷൻ ഉണ്ടെന്ന് ഇപ്പോഴും നിങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടുമെന്നേ. ഇതൊക്കെ നമുക്ക് ലഭ്യമല്ല ഇപ്പോഴും. നിങ്ങൾ യൂട്യൂബിലൊന്ന് കയറി അടിച്ചു നോക്കൂ, അല്ലെങ്കിൽ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് നോക്കൂ, ഇത് നിങ്ങൾക്ക് കിട്ടില്ലേ? ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടായാലും അതേപോലെ തന്നെ കോടതി വിധിയായാലും വളരെ കൃത്യമായി RSSന് അതുമായിട്ടൊരു ബന്ധമില്ല എന്ന് പറയുമ്പോൾ ഈ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇതൊക്കെ തന്നെ ഒന്നുമില്ലെന്ന് ഞാനതുകൊണ്ടാണ് സൂചിപ്പിച്ചത്. ഈ ഇടതുപക്ഷത്തിൻ്റെ സുഹൃത്തുക്കളെ എന്താ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നറിയോ? ഞാനതാ നേരത്തെ സൂചിപ്പിച്ചത്. ഈ രാജ്യത്ത് ഇന്ന് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ പ്രസ്ഥാനം. അത് തന്നെ ഞാൻ പറഞ്ഞില്ലേ, വലിയ വ്യതിയാനം അവരുടെ നിലപാടുകളിൽ വന്നു. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇവരുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മുഴുവൻ സടകൊടഞ്ഞ് അവരുടെ വ്യതിയാന മാറ്റം സംഭവിച്ചുകൊണ്ടല്ലേ ഇന്നിപ്പോൾ അവർ കേരളത്തിലെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ കാലാകാലങ്ങളിൽ തരാതരം 2 ഇലക്ഷന് വേണ്ടിയിട്ട് നിലപാടെടുക്കുന്ന പ്രസ്ഥാനങ്ങൾ RSS പോലുള്ള പ്രസ്ഥാനത്തെയും BJP പോലുള്ള പ്രസ്ഥാനത്തെയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അധിക്ഷേപിക്കാം. പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഈ പാർട്ടിയുടെയും ഈ സംഘടനയുടെയും വളർച്ച അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഈ രാജ്യത്ത് അതിൻ്റെ സ്വീകാര്യത നിങ്ങൾക്ക് അതിൻ്റെ സ്വീകാര്യതയെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഇപ്പോൾ ഉണ്ടോ? രാഷ്ട്രീയ ശരി കൊണ്ടാണ് ആ സ്വീകാര്യത എന്ന കാര്യത്തിൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഗാന്ധി സ്നേഹത്തിൽ RSSന് എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്ന കാര്യത്തിലും സംശയമുണ്ട്. ഗാന്ധി വിഭാവനം ചെയ്ത രാഷ്ട്രമാണ് RSSും വിഭാവനം ചെയ്യുന്നത് എന്ന് പറയുന്ന കാര്യത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. എന്തായാലും വളരെയധികം നന്ദി ശ്രീ ഷാജിയർ നായർ, ഒപ്പം M. ശിവപ്രസാദ് ചർച്ചയ്ക്ക് എത്തിയതിന്.